ഹലോ മക്കളെ, അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുകയാണല്ലേ? ഞങ്ങൾ സുഖമായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂരത്തിനോടനുബന്ധിച്ചാണല്ലോ ചേട്ടൻ വന്നേക്കണത്. അപ്പോൾ ചേട്ടൻ്റെ വീട്ടിലെ പൂരാഘോഷം നമുക്ക് കണ്ടാലോ. അവിടെ പൂരത്തിന് കൊടിയേറി കഴിഞ്ഞ് പൂരത്തിന് മുന്നോടിയായിട്ട് 7 ദിവസം ഭയങ്കര ആഘോഷമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. മകരച്ചൊവ്വയുടെ തലേ ദിവസം നമ്മളൊരു പറ കൊടുക്കാമെന്ന് നേർന്നുണ്ടായിരുന്നു, ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ളത്. ഞാൻ നേർന്നതാണ്. അപ്പോൾ അത് കൊടുക്കാനായിട്ട് നമ്മൾ പൂരത്തിൻ്റെ തലേ ദിവസം പോയിട്ടാ അമ്പലത്തിലേക്ക്. അപ്പോൾ ദേ പറ വാങ്ങിച്ചിട്ട്, ഓടിൻ്റെ പറ വാങ്ങിച്ചിട്ട് അങ്ങനെ ദേവിക്ക് സമർപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് അപ്പോൾ ദേ പ്രദക്ഷിണം വെച്ചിട്ട് വരാൻ പറഞ്ഞു. പ്രദക്ഷിണം വെച്ചിട്ട് അവിടെ നടക്കിൽ നമ്മൾ സമർപ്പിക്കുമ്പം ശാന്തിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് നമ്മൾ അനുഗ്രഹം വാങ്ങി പ്രാർത്ഥിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് അങ്ങനെ കടക്കൂട്ടാം. ചേട്ടൻ്റെ വീട്ടിലെ അവിടുത്തെ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 7 ദിവസം എന്ന് പറഞ്ഞില്ലേ, പൂരത്തിനോടനുബന്ധിച്ചുള്ള 7 ദിവസം, കൊടിയേറി കഴിഞ്ഞുള്ള 7 ദിവസം അവിടെ കഞ്ഞിയും പുഴുക്കും ഒക്കെ കൊടുക്കൂട്ട. അതായത് ഭയങ്കര രുചിയാണ് അതിന്. വരി നിന്ന് നമ്മളത് കുടിച്ച് വരുമ്പോൾ ഒരുപാട് ജനങ്ങളുണ്ടാവും കേട്ടോ. ഒരുപാട് ഭക്തജനങ്ങൾക്ക് കഞ്ഞിയും പുഴുക്കും കൊടുക്കും. അതായത് ഇടിച്ചക്കുപ്പേരി ഉണ്ടാവും, ഇടിച്ചക്കും മുതിരയും കൂടി ഇട്ടില്ലേ അങ്ങനെ ഉപ്പേരി ഉണ്ടാവും, കൂർക്കപ്പേരി ഉണ്ടാവും, പിന്നെ കൊള്ളിപ്പുഴുക്ക്, കടലപ്പുഴുക്ക്, അങ്ങനെ ആയിട്ട് 7 ദിവസം പ്രസാദക്കഞ്ഞി നമ്മൾ കഴിച്ചിട്ടാണ് കേട്ടോ ഈ 7 ദിവസം നമ്മളവിടെ കൂടുക. അങ്ങനത്തെ ഞാൻ ദേവിക്ക് സമർപ്പിക്കുകയാണ്. അപ്പോൾ ശാന്തി പറയുന്ന പോലെ ദേവിയോട് മനസ്സുരുകി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ പറയൽ തന്നെ നമ്മൾ പറയും വെക്കണം. അപ്പം നമുക്കൊരു വാലായ്മ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എനിക്ക് ഇല്ല, ശാന്തിയുടെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഈ പറ അവിടെ സമർപ്പിച്ചത്. അപ്പോൾ ചേട്ടനും മക്കളോട് മാറി നിൽക്കാൻ പറഞ്ഞു. അവർ അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് നിന്നാൽ മതി, നിന്ന് കണ്ടാൽ മതി, എന്നോട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളുടെ ശാന്തിയുടെ നേതൃത്വത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞോട് കൂടിയിട്ട് നമ്മൾ പറ സമർപ്പിച്ചതിന് ശേഷം ആ പറയിൽ തന്നെ ഞാൻ നെൽപ്പറ വയ്ക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ വയ്ക്കാനായിട്ട് പോണതിന് മുന്നേയായിട്ട് ആദ്യം ഒരു അവിടെ തന്നെ ഏട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫാമിലി 25 പറയിലും കൂടുതലുണ്ടായിരുന്നു കേട്ടോ പറ വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഉണ്ണിയപ്പമൊക്കെ പറ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേകത തോന്നി. 25 പറ വെച്ചിട്ട് അവരുടെ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും കൂടി പറയുടെ അടുത്ത് വന്ന് നിന്ന് പറ എടുക്കണ ഭാഗം കാണാൻ ഒരു പ്രത്യേക എന്താ പറയുക, നല്ലൊരു പ്രതീതി എന്ന് പറയില്ലേ, ദേവി പ്രതീതി സാന്നിധ്യമൊക്കെ ആയിരുന്നു കേട്ടോ അത് കാണാനായിട്ട്. അങ്ങനെ 25-ലധികം പറകളാണ് കേട്ടോ അവർ വെച്ചത്. അത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ നമ്മളെ പറ വെച്ചത്. ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും ആദ്യം വെച്ചോന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഫാമിലി ഇങ്ങനെ ഇത്രയും പറ വെക്കണ കാരണം കൊണ്ട് അവരുടെ ആദ്യം വെച്ചതിന് ശേഷം നമ്മുടെ പറ വെച്ചതിന് ശേഷം പറ അവിടെ സമർപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ പറ വെക്കൽ കഴിഞ്ഞോട് കൂടിയിട്ട് അതിനോടൊപ്പം മേളം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കഞ്ഞിയും പുഴുക്കും കഴിക്കുന്ന അതാണ് കേട്ടോ. ഇപ്പോൾ കാണാൻ നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഏട്ടൻ്റെ വീടിൻ്റെ എല്ലാവരും അംഗങ്ങളെല്ലാവരും കൂടിയിട്ട് നമ്മൾ പ്രസാദക്കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. അതങ്ങനെ എല്ലാവരും കൂടി സഹകരിച്ച് നമ്മൾ ഭയങ്കര സന്തോഷത്തോടു കൂടി കഞ്ഞി കുടിക്കും. നമുക്ക് വയറ് നിറച്ച് കഞ്ഞി കുടിക്കാട്ടെ. ചില ദിവസങ്ങളിൽ ചമ്മന്തി ഉണ്ടാവും, ചില ദിവസം നെല്ലിക്ക അച്ചാറുണ്ടാവും, മാങ്ങ അച്ചാറുണ്ടാവും. അങ്ങനെ ഈ പുഴുക്കിനൊപ്പം തന്നെ അച്ചാറുകളും ചമ്മന്തികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ പുറത്താണ് കേട്ടോ ഈ ഊട്ടുപുര. അങ്ങനെ എല്ലാവരും കൂടി ആഘോഷിച്ച് നല്ല രസമാണ്. എല്ലാവരും കൂടി കഞ്ഞി കുടിക്കുക കണ്ടില്ലേ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഫാമിലിയുടെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം എനിക്ക് ടീമിൻ്റെ തമ്പോലം ഉണ്ടായിരുന്നു കേട്ടോ. ആ തമ്പോലത്തിനൊപ്പം നമ്മളെല്ലാവരും ആഘോഷിക്കുകയാണ്.
നമുക്ക് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളത് പരമാവധി ആഘോഷിക്കുക. നമ്മുടെ ഫാമിലി കൂടി അതിന് സപ്പോർട്ടാണെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ പിന്നെ എൻജോയ്മെൻറ്റ് എന്ന് പറയണത് നമ്മൾ വേറെ ഒന്നും നോക്കാറില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.